നമ്മുടെ സ്വന്തം കാപ്പിക്കുരുവാണ് കേട്ടോ. കാപ്പിക്കുരു എടുത്തിട്ട് അതിൻ്റെ ഫ്ലഷ് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ട് വറുത്തതാണ് കേട്ടോ. ഇത് നല്ല ബ്രൗൺ കളറാക്കി വറുത്തിട്ടുണ്ട്. ഈ പ്രാവശ്യം ഞാനൊരു വെറൈറ്റി കാപ്പിപ്പൊടിയായിട്ട് ഉണ്ടാക്കാൻ പോണേ. അതായത് കണ്ടോ, വാനില. ഇപ്പോൾ വറുത്തുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് വാനിലയാണിത്. വാനിലയുടെ നമ്മൾ സ്വന്തം വാനിലയാണ് കേട്ടോ. പയർ ഉണങ്ങിയെടുത്തിട്ട് ഒന്ന് വറുത്തു. എന്നിട്ട് നമ്മൾ ഈ കൂടെ പൊടിച്ചെടുക്കാനുള്ളൊരു പരിപാടിയാണ് കേട്ടോ. പൊടിച്ചത് ഒരു വാനില കോഫി, ഒരു പരീക്ഷണമാണ്. എത്രത്തോളം സക്സസ് ആവുമെന്നറിയില്ല. കുടിച്ചിട്ട് ഞാൻ കുടിച്ച് നോക്കിയിട്ട് പറഞ്ഞു തരാം കേട്ടോ, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളത്. ഇത് വാനിലയുടെ കഷ്ണങ്ങൾ ഇതും കൂടെ ഇട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചിട്ട് കാപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് പറയാം കേട്ടോ. എന്തായാലും അടിപൊളിയാവുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മൾ സ്വന്തം കാപ്പിപ്പൊടി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഇതുപോലെ വറുക്കണം നമ്മൾ. ഞാൻ ഈ തൊലിയും കൂടെ കളയാറുണ്ടായിരുന്നു. ഇതിൻ്റെ പുറമേ ഒരു തൊലിയുണ്ട്, അത് കളയാറുണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞു അത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഒരു പരീക്ഷണമാണ് ഈ പ്രാവശ്യത്തെ വാനില കോഫി. ടേസ്റ്റ് എന്താവും എന്നറിയില്ല. ഏതായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഓക്കെ. അതെ, ഇത് കണ്ടോ, ഇത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ വാനില കാപ്പിപ്പൊടി റെഡിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ അരിച്ചെടുത്തിട്ടിരിക്കുകയാണ്. അല്ല, ഇത് ടേസ്റ്റ് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ കേട്ടോ, എത്രത്തോളം സൂപ്പറാണെന്നുള്ളത്. ഞാൻ പിന്നീട് വീഡിയോ ഇടാം. എന്തായാലും നമ്മുടെ വാനില കാപ്പിപ്പൊടി റെഡി. ഓക്കെ, താങ്ക് യു. എൻ്റെ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ബെല്ലൈക്കൻ ടിക്ക് ചെയ്യണേ, മറക്കല്ലേ.